Hello friends, അപ്പോൾ ഇന്നും വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റഡ് കാലിഗ്രഫി വീഡിയോ ആയിട്ടാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷമി മുഹമ്മദ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഹനാൻ ഹാരിസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. സൂറത്തുൽ ഫാത്തിഹ ബ്ലാക്ക് ചാർട്ടിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ കാലിഗ്രഫി ചെയ്യുന്നത് കൂടെ തന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു ഡിസൈനും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി ആപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിരുന്നു, എൻ്റെ പഴയ ഒരു കാലിഗ്രഫി വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം. അപ്പോൾ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതും ബ്ലാക്ക് ചാർട്ടിൽ. നേരെ ഡ്രോയിങ്ങിലോട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സമചതുരത്തിലുള്ള ഒരു ചാർട്ട് പീസായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന റൗണ്ട് ഷേപ്പിലുള്ള കാലിഗ്രഫി ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു മൂലയുടെ സെൻറ്റർ ഇതേപോലെ മാർക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കറക്റ്റ് സ്കെയിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, അതായിരിക്കും ഈ ഒരു സമചതുരത്തിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. അവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് വൃത്തം വരച്ച് തുടങ്ങേണ്ടത്. ഓക്കെ, ഇനി ഒരു കോമ്പസ് എടുത്തിട്ട് ഞാൻ വൃത്തം വരക്കാം കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 4 സെൻറ്റിമീറ്ററോളം എടുത്താൽ മതി. വലിയ വൃത്തം വരക്കരുത്, കാരണം ഇനി ഒരുപാട് വൃത്തങ്ങൾ വരക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ ചെറിയതായിട്ട് ഇതുപോലെ ഒരു 4 സെൻറ്റിമീറ്ററിൽ വരക്കുക. അതുപോലെ തന്നെ ഒരു 1/2 സെൻറ്റിമീറ്ററോളം വീണ്ടും കൂടുതലെടുത്തിട്ട് ഒരു വൃത്തം കൂടി വരച്ചു കൊടുക്കുകയാണ് ഇതുപോലെ. അത് കഴിഞ്ഞ ശേഷം ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒരു വൃത്തം കൂടി വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വൃത്തത്തിനുള്ളിലാണ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ കാലിഗ്രഫി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് സെൻട്രലായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് വരച്ച വൃത്തം ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് ഞാൻ ആദ്യം എല്ലാ വീഡിയോസിലും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം സിമ്പിളായിട്ട് ഇതുപോലെ എഴുതി കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ എഴുതുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ഈ ഒരു രീതിയിൽ എങ്ങനെ കാലിഗ്രഫി ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ബിഗിനറായ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ, അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇവിടെ കാലിഗ്രഫി രീതിയിൽ നമുക്ക് ഔട്ട്ലൈന് കറക്റ്റായിട്ട് കൊടുക്കുക. അതാണ് ഇനി രണ്ടാമതായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്ത് ബാക്കിയുള്ളതും ഈ രീതിയിൽ എഴുതി കൊടുക്കാം. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഡിസൈൻ ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ഹൈലൈറ്റ്. അപ്പോൾ ആ ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മില്ലി അല്ലെങ്കിൽ 2 മില്ലി സ്കെയിൽ അളവെടുത്തിട്ട് ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 13 റൗണ്ട് വരച്ചു കൊടുക്കണം കേട്ടോ.
അങ്ങനെ ആ റൗണ്ട് എല്ലാം വരച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ 13 റൗണ്ട് വരച്ചല്ലോ അതിൽ ഇതേപോലെ നമുക്ക് ഇതേപോലെ വരച്ച് കൊടുക്കണം. സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന ഈ രീതിയിൽ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഏകദേശം 2 സെൻറ്റിമീറ്റർ നമ്മൾ ഏകദേശം അളവെടുത്താൽ മതി. ആ ഒരു അളവിൽ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. നമുക്ക് ഇതിനുള്ളിൽ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തും വരച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് മുഴുവനായിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് കാലിഗ്രഫി വരച്ച് കൊടുക്കുക. അതിൻ്റെ ഔട്ട്ലൈൻ ഉണ്ടല്ലോ ആദ്യം വരച്ച് വെച്ചല്ലോ, അതിലിതുപോലെ ഞാനിവിടെ ചെയ്യുന്നത് സിൽവർ കളർ ഗിൽറ്റ് പെന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ചാർട്ടിൽ വരയ്ക്കാൻ ബെസ്റ്റ് അതാണ്. അതുപോലെ തന്നെ വൈറ്റ് ജെൽ പെൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളടുത്ത് ഏത് കളറാണോ ഉള്ളത് അതുപോലത്തെ കളർ യൂസ് ചെയ്യുക. ഈ ബ്ലാക്കിൽ കൊടുക്കാൻ പറ്റിയ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്തുള്ള സിൽവർ കളർ ഗിൽറ്റ് പെന്നാണ്. അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ്റെ ഉള്ളിലെല്ലാം വരച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറേ കോളം വരച്ചല്ലോ, ആ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ കുറേ കോളങ്ങൾ വരച്ചില്ലേ. ഇനി അതിൽ ഒരു കോളത്തിൽ 4 ലൈന് വരച്ചു കൊടുക്കുക. ടോട്ടൽ 5 കള്ളി വരണം. അങ്ങനെ 4 ലൈന് വരച്ചു കൊടുക്കുന്നു. അങ്ങനെ അതിൽ 4 കള്ളി വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതിനെ എങ്ങനെയാണ് ആ ഡിസൈൻ ചെയ്യുന്നത് പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ കള്ളി ഏതോ അതിൽ ഞാൻ ഇതേപോലെ ആ കള്ളിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ കളർ കൊടുക്കുകയാണ്. ഇനി ചെയ്യുന്നത് അതിൻ്റെ ഒരു കള്ളി ഇടവിട്ടിട്ട് അടുത്ത ലൈനിലായിട്ട് ഇതുപോലെ വീണ്ടും ഫുള്ളായിട്ട് കളർ കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ആ സെൻറ്ററിലുള്ള ചെറിയ കള്ളി ഉണ്ടല്ലോ അതിൽ ഇതുപോലെ കളറിങ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലോട്ടും ആദ്യം ഒരു സൈഡിലോട്ട് ഇതുപോലെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തോട്ട് നമുക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് മറ്റുള്ള ഭാഗത്തോട്ടും വരച്ചിട്ട് അടിയിലോട്ട് 3 കള്ളി അടിയിലോട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, 3 കള്ളിയാണ് കറക്റ്റ് നോക്കണം. 3 കള്ളി വരച്ചു കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ ഇതുപോലെ 3 കള്ളി അടിയിലോട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ആ വരച്ച കള്ളിയുടെ സെൻറ്ററിലുണ്ടല്ലോ അതിൽ ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പുറം ഭാഗം എല്ലാ ഭാഗത്തും ഇതുപോലെ കളർ കൊടുക്കുക. ആ സെൻറ്ററിൽ കളർ കൊടുക്കരുത്, ആ പുറം ഭാഗത്ത് മുഴുവനായിട്ട് കളർ കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊടുത്ത അതേ രീതിയിൽ അടിയിലോട്ടും വരച്ചു കൊടുക്കുക. അതേ സെയിം രീതിയിൽ അടിയിലോട്ടും വരച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഈ ചെയ്യുന്നത്. ഇനി അടുത്ത കള്ളിയിൽ ചെയ്യുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ 4 കള്ളി ആദ്യം വരച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ 3ാമത്തെ കള്ളിയിൽ ഇതുപോലെ കളർ കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ അടിയിൽ ഒരു കള്ളി ഇടവിട്ടിട്ട് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ഫോളോ ചെയ്യുക. ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ 5 കള്ളി താഴോട്ട് വരച്ചു കൊടുക്കുക. മറ്റേ സൈഡിൽ ചെയ്ത ഡിസൈൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിൽ കൊടുക്കാത്ത ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു സൈഡിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ കളറിങ് കൊടുക്കാത്ത ഭാഗത്താണ് ഈ ഒരു സൈഡിൽ കളറിങ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വരക്കുന്നത് കറക്റ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു ഡിസൈന് കഴിഞ്ഞാൽ അടുത്ത കള്ളിയിൽ നമുക്ക് ആദ്യം വരച്ച ആ ഡിസൈന് വീണ്ടും ചെയ്യുക. അങ്ങനെ മാറി മാറി ചെയ്യാം കേട്ടോ. എല്ലാ കള്ളിയിലായിട്ട് ഇതുപോലെ മാറി മാറിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള റൗണ്ട് ഉണ്ടല്ലോ, വൃത്തമുണ്ടല്ലോ, ആ ഒരു കള്ളി മാത്രം മുഴുവനായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിഗ്രഫി റെഡി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.